ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു, എന്ത് സദഖ ചെയ്താലും ഞാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും പറയണ്ട, അല്ലാഹ് നിങ്ങൾ ഇത്ര ചെയ്താൽ അല്ലാഹ് നിങ്ങൾക്ക് ബർക്കത്ത്, അതൊക്കെ നിങ്ങളുടെ ഇത്. പക്ഷേ ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി തരുന്നത്, എനിക്ക് ആഖിറത്തിൽ ഇതിന് കൂലി കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ്. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. താങ്ക്സ്, നിങ്ങൾ ചെയ്തതിന് താങ്ക്സ്, ഉപകാരമുണ്ട് കേട്ടോ, നന്ദിയുണ്ട്, ഉപകാരമുണ്ട്. ഏയ്, ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാലിഹ്യങ്ങളുടെ അടയാളം ഇതാണ്. ഒരു നന്മ ചെയ്താൽ ആഖിറത്തിലെ നന്മ എനിക്ക് കിട്ടുമെന്ന്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞ പോലെ ഇവിടെ കൊടുത്താൽ എനിക്ക് ആഖിറത്തിൽ കിട്ടും. അതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ ലക്ഷ്യം, എൻ്റെ പ്രതീക്ഷ അതാണ്. അല്ലാതെ നിങ്ങളുടെ ഒരു താങ്ക്സിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ ചെയ്യുന്നത്. ഇനി അതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ദുനിയാവിൽ ആ താങ്ക്സും റീച്ചും വ്യൂസും ഒക്കെ കിട്ടും, പക്ഷെ ആഖിറത്തിൽ ഒന്നും കിട്ടും. ഫമാലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്. ആഖിറത്തിൽ ഒന്നും കിട്ടൂല, ദുനിയാവിൽ കിട്ടും. ഇതെല്ലാം ദുനിയാവിൽ എഴുതി വെച്ചിട്ട് പോകും. ദുനിയാവിൽ ഇത് MLA ഫണ്ട് ഇതാണ്, MP ഫണ്ട് ഇതാണ്, ഇന്ന മനുഷ്യൻ്റെയാണ്, ഇന്ന മനുഷ്യനാണ്, ഇത്ര രൂപ ഇയാളുടെ വകയാണ്, അയാൾ വാങ്ങിത്തന്ന ആംബുലൻസാണ്, അയാളുടെ പള്ളിയാണ്, അയാളുടെ മദ്രസയാണ്, അയാളുടെ ഓർമ്മയ്ക്കാണ്, ഇയാളുടെ ഓർമ്മയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം എഴുതി വെച്ച് എല്ലാം ദുനിയാവിൽ ഒരു കിറ്റ് കൊടുക്കുമ്പോൾ അതിന് 10 ഫോട്ടോയും എടുത്ത് എല്ലാവരും എടുത്ത് എല്ലാം കൊടുത്ത് എല്ലാം കാണും. ദുനിയാവിൽ അൽഹംദുലില്ലാഹ് എല്ലാവരും എല്ലാം ലൈക്ക് അടിച്ച് 10 കിറ്റിന് 100 ലൈക്ക്, 1,00,000 ലൈക്ക് എല്ലാം അടിച്ച് തീർന്ന എല്ലാം. ആഖിറത്തിൽ ചെല്ലുമ്പം കിറ്റിനകത്തൊന്നും കാണൂല, കിറ്റ് മാത്രം കാണും. എന്നിട്ട് കിറ്റുമായിട്ട് മലക്കിങ്ങനെ നിൽക്കും, വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടു ആഖിറത്തോട്ട് പോവാ. സാധനമൊന്നും കാണൂല, അരിയും പച്ചമുളകും മല്ലിയൊക്കെ ദുനിയാവ് വെച്ച് തന്നെ പോയി. പക്ഷെ അതൊരു രസമായി മാറി. ഇന്നിപ്പോ ഒരു നന്മ ചെയ്യുന്നത് അങ്ങനെ ഒരു രസമാക്കി മാറ്റി. എന്നിട്ട് പിന്നെ മസാലയും കൊണ്ടുവരും. അത് നമ്മുടെ കൽബല്ലേ, അല്ലാഹ് അല്ലേ അറിയുന്നതല്ല, അല്ലേ അറിയുന്നത്, അങ്ങനെയല്ല ഇങ്ങനല്ലേ എന്നൊക്കെ. ഇന്നത്തെ സാഹചര്യമാണ്. പക്ഷെ നമ്മുടെ ഈമാൻ ചോർന്നു പോകാതെ സൂക്ഷിക്കും, എനിക്കതേ പറയാനുള്ളൂ. ഇന്നത്തെ സാഹചര്യം ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്താലും, ഇപ്പോൾ ഒരാൾക്ക് പള്ളിക്ക് ഒരു ചെക്ക് കൊടുത്താലും ഫോട്ടോ എടുത്ത്, ഇന്നത്തെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി, നമ്മൾ അതിൽ വീണുപോയി. പക്ഷെ നമ്മുടെ ഈമാൻ കൽബിനകത്തിരിക്കുന്നത് സൂക്ഷിക്കുക, അത് പോവാതെ. പടച്ചവനെ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ജയിക്കാണ്, എനിക്ക് നീ അല്ലാതെ ആഖിറത്തിന്റെ പ്രതിഫലം അല്ലാതെ എനിക്ക് ഇതിനകത്ത് യാതൊരു ലക്ഷ്യവും ദുനിയാവിൽ ഒരു മോഹം എനിക്കില്ല എന്ന ചിന്ത വേണം. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ. നാളെ മക്കളപ്പം പറയുന്ന വാക്കാണ്, അതുകൊണ്ട് കിട്ടൂല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോടൊരു വസിയ്യത്ത് അതാണ്. നമ്മുടെ മക്കളോട് നിങ്ങൾ ഇപ്പോഴും ചെറുപ്പത്തിലെ പറഞ്ഞ് ഉപദേശിക്കുക, ആഖിറത്തെ കുറിച്ച്. മോനെ, നമ്മൾ ദുനിയാവല്ല കേട്ടോ വലുത്, ആഖിറ ഉണ്ട് കേട്ടോ. നമ്മളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ, നമ്മളെ പള്ളിയിൽ കൊണ്ട് അടക്കി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകമാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തല്ല സംഭവം. പിന്നെ പിടിച്ചാൽ കിട്ടൂല. പിന്നെ നമ്മൾ എത്ര നമ്മൾ നിലവിളിച്ചാലും കരഞ്ഞാലും അള്ളാഹുവിനോട് അപേക്ഷിച്ചാലും ഒന്നും അതിന് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് വാപ്പാട് ഉമ്മാട് ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നാളെ ഞാൻ ഈ ഓതി ആയത്ത് പോലെ ആഖിറത്തിൽ കിട്ടൂല. ഒരാളും മറ്റൊരാളുടെ ചുമട് നാളെ ആഖിറത്തിൽ ഏറ്റെടുക്കൂല. അതുകൊണ്ടാണ് ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅല്ലമൽ ഗുലൂൽ. ഒരു ദിവസം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങൾക്ക് പ്രഭാഷണം നടത്താൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഫഅല്ലമൽ ഗുലൂൽ, ചതിക്കപ്പെട്ട വഞ്ചിക്കപ്പെട്ട വസ്തുക്കളെ കുറിച്ച് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വളരെ ഘോര പ്രഭാഷണം നടത്തി. എന്നിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഉൽഫിയന്ന അഹദകും യജിഉ യൗമൽ ഖിയാമ യാ റസൂലല്ലാഹ് അഗ്സ്നി യാ റസൂലല്ലാഹ് വഅലാ റഖബതിഹി റുആ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലിയ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് വലിയ വില കൂടിയ സാധനങ്ങൾ ഒരാളിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് ആ അമാനത്ത് നിർവഹിക്കാത്തതിന്റെ പേരിൽ, അത് മടക്കി കൊടുക്കാത്തതിന്റെ പേരിൽ അത് തലയിൽ എടുത്തു വെച്ച് നാളെ ആഖിറത്തിലേക്ക് യാ റസൂലല്ലാഹ് അഗ്സ്നി, എന്നെ ഒന്ന് സഹായിക്കണേ നബിയെ, എന്നെ ഒന്ന് സഹായിക്കണേ നബിയെ, എന്നെ ഒന്ന് സഹായിക്കണേ നബിയെ എന്ന് പറഞ്ഞ് ഒരാളും എന്നെ കാണാൻ നാളെ വരരുത് കേട്ടോ. അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ. നബീന റസൂൽ ഞങ്ങൾ പറഞ്ഞ
നമ്മൾ പോയിട്ട് ഈ ദുനിയാവിലെല്ലാം നശിപ്പിച്ചിട്ട് കണ്ടവന്റെ എല്ലാം വാരി വലിച്ച് കയറ്റിയിട്ട് അതെല്ലാം എടുത്ത് അടിച്ചു മാറ്റിയിട്ട് ഒന്നും കൊടുക്കാതെ അവന്റെ ഹക്കുകൾ നിർവഹിക്കാതെ ഇവിടെ വരുന്ന യാസീനും ബാത്തിയായും ഒക്കെ ഓതിയിട്ട് വയ്യത്തും കൊണ്ടടക്കിയിട്ട് ഇവൻ നാളെ ആഖിറത്തിൽ വന്നിട്ട് റസൂലുള്ള കണ്ടിട്ട് നബിയെ ഞാൻ അവൻ്റെ ഒരു ടോറസ് അടിച്ചു മാറ്റി എങ്ങനെയെങ്കിലും ഇതൊന്ന് കബൂലാക്കി രക്ഷപ്പെടുത്തരണം, ഞാൻ അവൻ്റെ ഒരു പെട്രോൾ കൂട്ടി ഞാൻ എന്നെ രക്ഷപ്പെടുത്തണം, ഞാൻ അവൻ്റെ കുറച്ച് വിറകടിച്ച് മാറ്റിക്കൊണ്ട് എങ്ങനെ രക്ഷപ്പെടുത്തണം, ആ കാണിക്ക വഞ്ചി പൊക്കിക്കൊണ്ട് പോയത് ഞാനായിരുന്നു, ആ പെട്ടിയോട്ട് എടുത്തുകൊണ്ട് പോയത് ഞാനായിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരണം. ദുനിയാവിൽ മനുഷ്യരുടെ ഹക്കുകൾ പരസ്പരം വീട്ടാതെ മരണപ്പെട്ട് ആഖിറത്തിൽ വന്നിട്ട് യാ റസൂലല്ലാഹി ഇസ്നി, എന്നെ വന്ന് കണ്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുന്ന വിഭാഗത്തെ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ. ഇതാണ് ആഖിറത്തെ കുറിച്ച് മനസ്സിലാക്കണം. ആഖിറത്തെ കുറിച്ച് പേടിയുള്ളവൻ ഒരു അമാനത്ത് ഒരുത്തന്റെ കൈകളിൽ ലഭിച്ചാൽ ഏത് പാതിരാത്രിയാകട്ടെ ഏത് സ്ഥലത്താകട്ടെ അത് അവനെ തിരിച്ചേൽപ്പിക്കും. കാരണം എന്താ? ആഖിറത്തെ പേടിയുള്ളതുണ്ട്. ഇത് ആഖിറത്തെ പേടിയൊന്നുമില്ല. നിസ്കാരമുണ്ട്, നിസ്കാരം 5 വഖ്ത്, തഹജ്ജുദ് മുതൽ ഇഷ്റാഖ് മുതൽ ളുഹാ മുതൽ അവ്വാബി മുതൽ ഇല്ലാത്ത സുന്നത്ത് മുഴുവനുമുണ്ട്. പക്ഷെ ഇടപാടുകളിലും കൊടുക്കൽ വാങ്ങലുകളിലും അതിലൊരു കൃത്യനിഷ്ഠതയില്ല, അതിൽ ഒരു അള്ളാഹയെ ഭയമില്ല, അതിൽ അള്ളാഹുവിനോട് സൂക്ഷ്മതയില്ല. ഇങ്ങനെയുള്ളവൻ ഈ രൂപയുമായി അല്ലെങ്കിൽ ഈ അമാനത്തുമായി നാളെ ആഖിറത്തിൽ വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലെ എന്നെ ഒന്ന് സഹായിക്കണം, പറ്റിപ്പോയതാണ്, സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞ് എന്നെ കാണാൻ നിങ്ങൾ വരരുത്. അങ്ങനെ ഒരു വിഭാഗം എന്നെ കണ്ടുമുട്ടാതിരിക്കട്ടെ. ലാ ഉൽഫിയന്ന അഹദക്കും യജിഉ യൗമൽ ഖിയാമ. അങ്ങനെയുള്ളവരെ കണ്ടുമുട്ടരുതേന്ന്. ഇത് ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ആഖിറത്തിലാണ് കല്ലും നെല്ലും തിരിച്ചറിയുന്നത്. നിസ്കാരമൊന്നും ഒന്നിനൊരു പരിഹാരമൊന്നുമല്ല. അള്ളാഹുവിനോട് നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു, അള്ളാഹു മാപ്പാക്കി തരും. നിങ്ങൾ വ്യഭിചരിച്ചു എന്ന് വെച്ചോളി, നിങ്ങൾ കള്ളുകുടിച്ചു എന്ന് വെച്ചോളി, നിങ്ങൾ അള്ളാഹുമായിട്ടുള്ള ബന്ധാണ്. ഞാൻ റബ്ബെ എന്റെ അറിവില്ലായ്മ ഞാൻ ചെയ്തു പോയി പൊരുത്തപ്പെടും. ഇത് റബ്ബിന് നിനക്ക് പൊരുത്തപ്പെട്ടു തരാം. നിന്റെ കണ്ണുനീരും നിന്റെ വെപ്രാളവും നിന്റെ വിഷമവും നിന്റെ പ്രയാസവും നിന്റെ തൗബായും എല്ലാം കണ്ട് പടച്ച തമ്പുരാൻ നിനക്ക് മാപ്പാ. കാരണം ഇത് മറ്റാരോട് ചോദിക്കേണ്ടതില്ല. ഇത് മറ്റൊരാളുടെ ഹക്കുകളുമായി നാളെ ആഖിറത്തിലേക്ക് നമ്മൾ വരും. അതുകൊണ്ടാണ് ആഖിറത്തിലേക്ക് ഉയർത്തപ്പെടുക, ആഖിറത്തിലേക്ക് തെളിച്ചു കൊണ്ടുവരപ്പെടുക എന്നൊക്കെ പറയുമ്പോ ആരെയാണ് പല പല വിഭാഗങ്ങളായിട്ടാണ് ആഖിറത്തിലേക്ക് വരിക. ആഖിറം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അതാണ് നിസ്സാരവൽക്കരിക്കരുത്. നമ്മുടെ ഈ ഇബാദത്തുകളും ഈ നമസ്കാരങ്ങളും ഈ പുണ്യകർമ്മങ്ങളും ആഖിറത്തിന് വേണ്ടിയാണ്. ഈമാൻ കാര്യങ്ങളിൽ തന്നെ വൽ യൗമിൽ ആഖിർ, അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആഖിറം അന്ത്യദിവസം, അന്ത്യനാൾ, പരലോകം, ആ പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസമില്ലാത്തിടത്തോളം കാലം നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ നന്മകളും അല്ലാഹ്ക്ക് വേണ്ടേ വേണ്ട. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. നിങ്ങൾ ദുനിയാവിനാണ് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്, പ്രാതിനിധ്യം നൽകുന്നത്. പക്ഷേ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, ഈ കാണുന്ന ദുനിയാവല്ല ആഖിറമാണ് സുസ്ഥിരമായത്, സ്ഥിരമായത്. അതിനെക്കുറിച്ച് വിശ്വസിക്കുക, അതിനു വേണ്ടിയിട്ട് ഇവിടെ പണിയെടുക്കുക. വഅമൽ ലിദുനിയാ ബിഖദ്രി ബഖായിക ഫിഹാ വഅമൽ ലിൽആഖിറതി ബിഖദ്രി മഖാമിക ഫിഹാ. ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാൻ പറഞ്ഞതാണ്, ദുനിയാവിന് വേണ്ടിയിട്ടല്ല. ദുനിയാവ് ഏത് സമയത്തും കണ്ണടഞ്ഞു പോകാം. നമുക്ക് ഇന്ന് രാത്രി ഉറങ്ങുന്നു, നേരം വെളുക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ ആഖിറത്തിൽ അങ്ങനെയല്ല. അവിടെ നമുക്കൊരു മരണമില്ല, മരണം തീർന്നു. ഈ ദുനിയാവിൽ മരിക്കുന്നതോടുകൂടി മരണം തീർന്നു. റബ്ബന അമത്തന സ്നതൈൻ വഅഹ്യൈതന സ്നതൈൻ ഫഅതറഫ്നാ ബിദുനൂബിനാ. നമ്മൾ നാളെ പറയുന്നൊരു വാക്കാണ്, ഒരു ദുആയാണ്. 2 പ്രാവശ്യം നീ ഞങ്ങളെ ജീവിപ്പിച്ചു, 2 പ്രാവശ്യം നീ ഞങ്ങളെ മരിപ്പിച്ചു. ഫഅതറഫ്നാ ബിദുനൂബിനാ, ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഏറ്റുപറയുകയാണ് പടച്ചവനെ, നിങ്ങളുടെ മുന്നിൽ ഏറ്റുപറയുകയാണ് പടച്ചവനെ. നാളെ ആഖിറത്തിൽ ചെന്നിട്ട് മനുഷ്യന്മാര് നാളെ പറയുന്ന ദുആകളാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഭാഗങ്ങളിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ ഗൗരവത്തോടുകൂടി ഈ ദുനിയാവിലെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് ആഖിറത്തിൽ ചെന്നിട്ട് വളരെ വിഷമത്തോടുകൂടി പ്രയാസത്തോടുകൂടി എനിക്ക് വന്നുപോയ നഷ്ടമേ നാശമേ എന്ന് ഖേദിച്ച് നിലവിളിച്ച് അവൻ അള്ളാഹുവിനോട് പറയുന്ന ദുആ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 സ്ഥലത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊരു ദുആയാണിത്. 2 പ്രാവശ്യം ജീവിപ്പിച്ചു, 2 പ്രാവശ്യം ഞങ്ങളെ നീ മരിപ്പിച്ചു.
ഖബറിൽ നിന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ പിന്നെ നിനക്കൊരു മരണം അവിടെ ഇല്ല. പിന്നെ അവിടെ മുതൽ നിനക്ക് അവിടെ ചാലുവാ, നിന്റെ പണി തുടങ്ങാണ്. അതാണ് ആയിഷ റളിയല്ലാഹു തആല എന്നെ പ്രത്യേകം പറഞ്ഞത്. നിങ്ങൾ ഖബറിലേക്ക് വരുമ്പോ ഒരു തെറ്റുകാരനായി വരരുത് കേട്ടോ. അവിടെ നിങ്ങളെ സ്കാൻ ചെയ്യും. ആ സ്കാൻ ചെയ്യുമ്പോ മലക്കുകൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങളോട് ചോദിക്കും, ദുനിയാവിൽ നിനക്ക് ജീവിക്കാൻ ഇത്ര സമയം തന്നിട്ട് നീ എന്തുകൊണ്ട് അത് നീ വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തിയില്ല എന്ന് നിങ്ങളോട് ചോദിക്കപ്പെടുമ്പോ നിങ്ങൾക്കതിന് മറുപടി ഉണ്ടാകണം. ആ മറുപടിയുമായിട്ട് വേണം ഖബറിലേക്ക് വരണമെന്ന് ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു കൊച്ചു കുട്ടിയുടെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോയാൽ അവിടെ നിന്നിട്ട് കരയും. ആയിഷ റളിയല്ലാഹു തആല. അപ്പൊ മറ്റുള്ള പെണ്ണുങ്ങൾ പോലും ചോദിക്കും, എന്താ നിങ്ങൾ കരയുന്നത്? ആ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് കരയാ ഖബറിനകത്ത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയും. എന്തിനാണിത്? ഇതൊരു വലിയൊരു ലോകത്തേക്ക് നമ്മൾ വിചാരിച്ചും മയ്യത്തടക്കി ഖബറടക്കി എല്ലാം കൊണ്ട് വെച്ച് 2 റീത്ത് സമർപ്പിച്ച് 2 കമ്പും കുത്തി അങ്ങ് വെച്ച് അസ്സലാമു അലൈക്കും യാ അല്ലാഹ് വസ്സലാം പോയെന്ന് പറഞ്ഞാൽ തീർന്നതോടുകൂടി നമ്മളങ്ങ് വിട്ടു. അയാളെ തീർന്നു സംഭവം. നമ്മുടെ കണ്ണ് ഈറൻ അടിയുന്നില്ല. ഖബർ കണ്ടാലും നമുക്ക് കരച്ചിൽ വരുന്നില്ല. ഖബർ കണ്ടാലും നമുക്ക് കരയുന്നില്ല. എന്താ അതിന്റെ കാരണം എന്നറിയോ? ആഖിറത്തെ കുറിച്ച് നമ്മുടെ ഖൽബിന്റെ അകത്തേക്ക് കയറിയിട്ടില്ല. അതാണ് അതിന്റെ അർത്ഥം. ഒരാളെ വഞ്ചിക്കാൻ നമ്മുടെ മനസ്സ് വരുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ആഖിറത്തെ കുറിച്ച് നിന്റെ ഖൽബിനകത്ത് വിശ്വാസം വന്നിട്ടില്ല. നീ നിസ്കരിക്കുന്നത് പണ്ട് പോലെ അത്തത്തമാര് ഉപ്പുപ്പമാര് നമ്മളെ പണ്ട് പോലെ ആചാരമനുസരിച്ച് നിസ്കാരം ഇബാദത്ത് നടക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ നിസ്കരിച്ചു പോകുന്നതല്ലാതെ ആഖിറത്തെ കുറിച്ച് നമ്മുടെ മനസ്സിനകത്ത് കയറിയിട്ടുള്ളവനാണെങ്കിൽ ഒരു നിലക്കും മറ്റൊരാളോട് ചതിയോ വഞ്ചനയോ കാണിക്കൂല. കാരണം ഇത് ആഖിറത്തിൽ പിടിക്കപ്പെടും. ഉണ്ടാവും, അവിടെ ചോദ്യം ഉണ്ടാവും, കൊണ്ടുവരുമല്ല. فَتَرَى الْمُجْرِمِينَ مُشْفِقِينَ مِمَّا فِيهِ فَيَقُولُونَ يَا لَيْتَنَا مَا لِهَذَا الْكِتَابِ لَا يُغَادِرُ صَغِيرَةً وَلَا كَبِيرَةً إِلَّا أَحْصَاهَا. ഒരു ചെറിയ ഒരു മുട്ടുസൂചി പോലും അതുപോലും മാറിയിട്ടില്ല. അതിലുണ്ടല്ലോ, അവന്റെ കയ്യിൽ കൊടുക്കും, വായിക്ക്, നീ തന്നെ നോക്ക്. നിന്റെ സ്കാനിങ് റിപ്പോർട്ടാണ്. ഡോക്ടർ നോക്കുന്നതിന് മുമ്പ് നീ ഒന്ന് നോക്കിയോ. അവിടെ ഡോക്ടർ ഒന്നും വേണ്ട, നമുക്ക് തന്നെ എല്ലാം മനസ്സിലാവും. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഫിലിമൊക്കെ തരും. എന്താണെന്നറിയോ? കള്ളം പറയാൻ പറ്റില്ലല്ലോ നാളെ. കാരണം അള്ളാഹ് പോയി കള്ളം പറഞ്ഞോളെ മനുഷ്യന്മാർ. ഇവിടെ നിന്ന് കള്ളം പറഞ്ഞ് ശീലിച്ചിട്ടേ. പണ്ട് തമാശക്കാണ് കള്ളം പറയാൻ പാടില്ലെന്ന്. ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് കേൾക്കാമല്ലോ. ഈ ഖബറിനകത്ത് അത് സത്യം പറഞ്ഞ തമാശ എന്ന് പറഞ്ഞാൽ ഒരു കിതാബിനകത്ത് ഇല്ലാത്ത ഉള്ളതൊക്കെ കാണുന്നാലും എഴുതി വെച്ചേക്കെ. വെറുതെ കള്ളം പറഞ്ഞ ഒരുത്ത മരിച്ചു പോയപ്പോഴേ മലക്കുകൾ ചോദിക്കാൻ വന്നപ്പോ ഇപ്പൊ 2 പേരും ചോദിച്ചിട്ട് പോയതുള്ളല്ലോ, നിങ്ങൾ എവിടുന്ന് വന്നാന്ന്. അപ്പൊ അവൻ ചോദിച്ചു അള്ളാഹുവോട് പോലും, ഒരു കിതാബിൽ കണ്ടതാണ്. അള്ളാഹുടെ ചെയ്യോ, അള്ളാഹ് ഞങ്ങളല്ല വേറെ ആരല്ല. അവൻ ജീവിതത്തിൽ അവൻ കളവേ പറഞ്ഞിട്ടുള്ളൂ. ജീവിതത്തിൽ അവൻ കള്ളമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ കള്ളം പറയുന്നവൻ ആഖിറത്തിൽ ചെന്നിട്ടും കളവ് പറയാൻ പറ്റിയാൽ, പടച്ചവനെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഫിലിമിങ് എടുത്തുണ്ടെന്ന് കൊടു അവന്റെ കയ്യിൽ. ഇതാ ആ റിപ്പോർട്ട്, സ്കാനിങ് റിപ്പോർട്ട് ഉണ്ട്, കയ്യിലോട്ടും കൊടു, വായിക്കട്ടെ. വായിച്ചോ. അന്ന് വായിക്കാനൊക്കെ പറ്റും. അറബിയൊക്കെ അള്ളാഹ് പഠിപ്പിച്ചു തരും. നോക്കുമ്പോൾ നല്ലപോലെ വായിക്കാം. ഇംഗ്ലീഷ് ഒന്നും പഠിക്കണം, സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ അറബി ഒന്നും പഠിക്കണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല റാഹത്തായിട്ട് വായിച്ചോളും. വായിച്ചിട്ടാണ് ഇവൻ പറയുന്നത്, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ ഒരു മുട്ടുസൂചി എടുത്ത പോലെ അത് കറക്റ്റ് അതിനകത്ത് ആ എടുത്ത സ്കാനിങ് റിപ്പോർട്ട്, ആ വീഡിയോ അടക്കം അതിനകത്ത് വരും സംഭവം. ആഖിറ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാഹ് നീതിമാനല്ലേ, അല്ലാഹ് അനീതി പ്രവർത്തിക്കാൻ പറ്റൂല. അതിന് തെളിവ് വേണം. ഞാൻ അങ്ങനെ ചെയ്തല്ലേ. ഇപ്പൊ ഈ നമ്മുടെ ഈ ക്യാമറ ഒക്കെ നമുക്ക് വരുന്ന അങ്ങനല്ലേ. ഞാൻ 180 പോയി അല്ലെങ്കിൽ 120 പോയി തെളിവ് വരുമ്പോ എന്താ, എന്നാ പിന്നെ പറഞ്ഞാൽ പോരെ, ഡേ ഇയാള് 120 പോയിട്ടൊന്ന് പോലീസിന് പറഞ്ഞാൽ പോരെ. ഇല്ല, ആ സ്കാനിങ് അടക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മിണ്ടാൻ പറ്റൂല. ഇതാണ് ആഖിറം. ഇതാണ് ആഖിറം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരൊക്കെ കരഞ്ഞതും പൊട്ടിക്കരഞ്ഞതും ഇതൊക്കെ ഓർത്തിട്ടാണ് ആഖിറത്തെ കുറിച്ച്. പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടോ, ഒരു മുട്ടുസൂചിയെങ്കിലും ബാക്കിയുണ്ടോ, പടച്ചവനെ എനിക്ക് പേടിയാണ് റബ്ബേ, എന്തെങ്കിലും ബാക്കിയുണ്ടോ അല്ലാ എന്ന് ചിന്തിച്ചിരുന്നത് അതുകൊണ്ടാണ്.
ആഖിറത്തെ പേടിച്ചിട്ടാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പേടിയില്ലാത്തതുകൊണ്ടാണ് ഈ വഞ്ചനയും കളവും ചതിയും ഒക്കെ നമ്മൾ നടത്തുന്നത്.